ഗുഡ് മോർണിംഗ് ഗൈസ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഉറങ്ങിക്കിടന്ന് ഇന്ന് രാവിലെ വിളിച്ചുണർത്തിയത് ശ്രദ്ധിച്ചത് നമുക്ക് വിശക്കുന്നു പറഞ്ഞിട്ട് വർക്ക് ചെയ്യുന്ന അതിഥിക്കാണെങ്കിലും ഒരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പം അവൾ എന്നെ വിളിച്ചു വരുത്തി. അങ്ങനെ ബിരിയാണിയൊക്കെ വാങ്ങിച്ചപ്പോൾ ദാണ്ട് വന്ന ആൾ അങ്ങനെ ബിരിയാണി കൊടുത്തു. എനിക്കൊരു ഗീ റൈസ് വാങ്ങിച്ചു. എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ബ്രഞ്ചും എല്ലാം കൂടെ. ബിരിയാണി കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയായി. ആ മുഖത്തെ സന്തോഷം തന്നെ നല്ല ചിരി. ഞാൻ എനിക്ക് ചാറ്റയും പറഞ്ഞ് ആൾ തിരിച്ച് കയറിപ്പോയി. നല്ല വെയിലുണ്ടെങ്കിൽ നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. ഓഫായിട്ട് എന്താ ചെയ്യുക എന്ന് എനിക്കൊരു പിടുത്തമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് വാങ്ങിച്ച ഫുഡ് റൂമിൽ കൊണ്ടുവന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. ഒരു പപ്പടം തികച്ചില്ലായിരുന്നു ഗൈസ്, പാതി പപ്പടം ഉള്ളായിരുന്നു. പിന്നെ സലാഡ്, അച്ചാറ്, കറി, പിന്നെ ചോറും. നെയ്ച്ചോറായിരുന്നു, നല്ല രുചിയായിരുന്നു കേട്ടോ. വിശന്നിട്ടാണോ വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞു. പിന്നെ മുമ്പ് തേച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ച തേപ്പോട്ടി, അതിനകത്ത് നിന്ന് ആ കരിഞ്ഞ ഭാഗം ഇളക്കണം. അതിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നാരങ്ങ എടുത്ത് പിന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത്, ടിഷ്യൂ പേപ്പർ അല്ല തുണിയായിരുന്നു വെച്ച് ചെയ്യേണ്ടത്. അങ്ങനെ എങ്ങനെയൊക്കെയോ കത്രികയൊക്കെ വെച്ച് കുത്തിയൊക്കെ ഇളക്കി. പിന്നെ ക്ലീനിങ്, അത് ഓഫ് ദിവസം നമുക്ക് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ക്ലീനിങ്, തുണി കഴുകുക, അങ്ങനെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ടീഷർട്ട് ഇട്ട് അതിന് പുറത്ത് വേറൊരു ടീഷർട്ട് ഇട്ട് പിന്നെ ഒരു ഹുഡി ഇട്ട് വേണം പുറത്തിറങ്ങാൻ. എനിക്ക് ചെറിയൊരു പനിയുള്ളതുകൊണ്ട് തണുപ്പടിച്ച് പ്രശ്നമാക്കണ്ടല്ലോ. അങ്ങനെ വൈകിട്ട് 7 മണിയായി ഗൈസ്. നമ്മളിവിടെ ഷൽബിയെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തോ ചെയ്ത്, ഞാൻ നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങി അവിടെ വന്ന് കാത്തിരുന്നു. അപാര തണുപ്പായിരുന്നേ. പെട്ടെന്ന് തന്നെ എനിക്ക് കോളും വന്നു. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, ബാറ്റിലോട്ട് വന്നാൽ അതുവഴി പോകാം. അങ്ങനെ ദേണ്ട വരുന്ന തമ്പ്രാട്ടിയെ വിളിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. 5 മിനിറ്റ് ഉണ്ട്, വേഗം പോയി ഡ്രസ്സ് മാറാൻ പറഞ്ഞപ്പോൾ ദാ വന്നു ഹുഡിയും പറക്കിയിട്ടിട്ട്. ചെറിയൊരു തണുപ്പടിച്ചാൽ പോലും പ്രശ്നമാണെന്ന് അവർക്ക് ഇത്രയും തണുപ്പടിച്ചിട്ട് പ്രശ്നമില്ലെന്ന് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ മജാസിലെ പാർക്കിലോട്ട് പോയപ്പോഴത്തേക്കും സൂഫി ഡാൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് തല ഇറങ്ങത്തില്ലേ? അതിൻ്റെ കൂടെ മുമ്പിൽ ഒരു കൊച്ചുങ്ങളും തോന്നുന്നു. കുറച്ചു നേരം കറങ്ങുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ കറങ്ങുന്നതുകൊണ്ട് ഞാൻ നേരെ വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ നടന്നു. അങ്ങനെ കുറച്ചു നേരം വാട്ടർ ഫൗണ്ടെയിനും കണ്ടു. നല്ല രസമായിരുന്നു, പല പല കളറിൽ പല പല ഡിസൈനിൽ. ദുബായ് ബുർജ് ഖലീഫ എടുത്തുള്ള വാട്ടർ ഫൗണ്ടെയിൻ അത്രയൊന്നുമില്ല, എന്നാൽ പോലും ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. അത് കൂടുതലും അവിടുത്തെ ആൾക്കാർ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ പിള്ളേരാണെന്നല്ലോ, അപ്പോൾ പിള്ളേരെന്ന് പറയുമ്പോൾ പിള്ളേരുടെ പാർക്ക് കാണുമ്പോൾ പിള്ളേർക്കൊരു ഇളക്കമാണെന്നല്ലോ. അങ്ങനെ പാർക്കിലൊക്കെ കയറി കുറച്ചു നേരം നടന്നിട്ട് വിശക്കെന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ബുക്കാറോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത് നേരെ ഷവർമ അയക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. ഇവിടെയൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന ഡ്രസ്സ് കഴിച്ചു. പിന്നെ അപ്പം ഞെക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് പച്ച എന്താ ഷിപ്പ്, കപ്പൽ. പിന്നെ മലയാളം എന്താ? കപ്പൽ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? എന്താ കഴിക്കാവേ. ഞാൻ വാക്ക് കൊടുത്ത് തിരിച്ചില്ല ഗൈസ്. ഞാൻ അവളെ കൊണ്ടുവന്ന് നല്ല അടിപൊളി അറബിക് ഷവർമയും വാങ്ങിച്ചു കൊടുത്തു. അത് കഴിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു. പിന്നെ ഞാൻ മനാക്കിഷും വാങ്ങിച്ച് ഞാനും കഴിച്ചു. അങ്ങനെ ഒരു ഓഫ് ദിവസം ദേ പറഞ്ഞിടം കഴിഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്.